ഇപ്പോൾ കറണ്ട് അഫെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ച ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം തുറമുഖ കരാർ ഒപ്പിട്ടത് 2015 ഓഗസ്റ്റ് 17 അന്നൊരു ചിങ്ങം ഒന്നാണ്. വിഴിഞ്ഞം തുറമുഖ കരാർ ഒപ്പിട്ട വ്യക്തികൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് തുറമുഖ പ്രിൻസിപ്പൽ സെക്രട്ടറി ജെയിംസ് വർഗീസും അദാനി വിഴിഞ്ഞം പോർട്ട് CEO സന്തോഷ് മഹാപത്രയും ചേർന്നിട്ടാണ്. കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ച സ്ഥലവും വിഴിഞ്ഞമാണ്. നമ്മുടെ തുറമുഖ കോഡ് എന്ന് പറയുന്നത് ആദ്യം INNYY1 ആയിരുന്നു. IN ഇന്ത്യ, NYY നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നെയ്യാറ്റിൻകര 1 ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് ഒഫീഷ്യലി TRV01 ആയി. TRV ട്രിവാൻഡ്രം എന്നാണ് 01 ആക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. 2025 മെയ് 2 അദ്ദേഹം അത് രാജ്യത്തിന് സമർപ്പിച്ചത്. ഇനി നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചരിത്രത്തിലൂടെ പോകാം. 1991 ഈ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. ഏറെക്കാലം ഒരു 20 വർഷത്തോളം നീളുന്ന ചർച്ചകൾക്ക് ശേഷം 2011 ഉമ്മൻചാണ്ടി സർക്കാർ ഗണ്യമായ ചുവടുവയ്പ് നടത്തി. 2014 കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി നേടി. 2015 PPP മാതൃകാ കരാർ, PPP മീൻസ് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പോടുകൂടി കരാറിൽ ഒപ്പിട്ടു. 2023 ഷെൻഹുവ 50 എന്ന് പറഞ്ഞ ആദ്യ കപ്പൽ വന്നു. 2024 ആദ്യത്തെ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം പോർട്ടിലെത്തി. അതിനുശേഷം 2025 ഒരു ഭീകരമായ ഒരു കപ്പൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെത്തുന്നത്. അതിൻ്റെ പേര് MSC തുർക്കി എന്നായിരുന്നു. 2025 മെയ് 2 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇതാണ് നമ്മുടെ ചരിത്രം. വിഴിഞ്ഞം തുറമുഖം വന്നതിലൂടെയുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേക്ക് ഇൻ ഇന്ത്യക്ക് കരുത്തു പകരും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, സമുദ്ര വ്യാപാരം ശക്തിപ്പെടും, ട്രാൻസ്ഷിപ്മെൻറ്റിന് വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ട, മറ്റു തുറമുഖങ്ങളുടെ തിരക്ക് കുറയും, ചരക്ക് നീക്ക ചെലവ് വൻതോതിൽ കുറയും. ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം. വിഴിഞ്ഞം തുറമുഖ MD ദിവ്യ S. അയ്യർ മാഡമാണ്. CEO ശ്രീകുമാർ K. നായർ സാറാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ കമ്പനി അദാനി ഗ്രൂപ്പാണ്. ഞാൻ എഴുതിയതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. 60 വർഷമാണ് കാലാവധി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്പ് തുറമുഖം എന്ന പദവി വിഴിഞ്ഞം പോർട്ടിനുണ്ട്. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖം വിഴിഞ്ഞമാണ്.